ഹീബ്രൂസ് 10:36 എബ്രായ ലേഖനത്തിൻ്റെ 10:36 വചനം ഇങ്ങനെയാണ് വായിക്കുന്നത്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. പിൻവാങ്ങുന്നുവെങ്കിലോ എൻ്റെ ഉള്ളത്തിൽ നിന്ന് അവനോട് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാണിംഗ് പോലെയാണിത്. അതായത് തൻ്റെ മഹാപ്രതിഫലമുള്ള ധൈര്യം. ദൈവം നമുക്ക് നന്മ ചെയ്യും, നന്മ ചെയ്യും, നന്മ ചെയ്യും, നന്മ ചെയ്യുമെന്നുള്ള ഒരു ധൈര്യം എൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. അത് അവസാനമാകുമ്പോഴത്തേക്ക് നമ്മൾ ക്ഷീണിക്കും. പക്ഷേ ആ മഹാപ്രതിഫലം ലഭിക്കുന്നതിന് മുൻപ് ആരെയെങ്കിലും വിളിച്ചിരുത്തി വീണ്ടും പ്രാർത്ഥിച്ച് ബലം പ്രാപിച്ചേ ഒക്കത്തുള്ളൂ. അല്പനേരം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കടന്നു വരണം ദൈവസന്നിധിയിൽ. നമുക്കിതിന് റെസ്റ്റ് കൊടുക്കാൻ ഒക്കത്തില്ല. കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവൻ്റെ വെല്ലുവിളിയാണ്. നമ്മുടെ തലമുറകളുടെ വീണ്ടെടുപ്പാണ്. അതിനുവേണ്ടി നമ്മൾ നിൽക്കാൻ തയ്യാറായി നിന്നാൽ യുദ്ധം യഹോവ ഏറ്റെടുക്കും. അതാണ് ദൈവം പറയുന്നത്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് ലോങ് പെർസിവിയറൻസ് ക്യാരക്ടറാണ്. അത് ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്താൽ വീഞ്ഞുണ്ടാക്കുമ്പോൾ 21 ദിവസം വെയിറ്റ് ചെയ്തുമ്പോൾ അതുണ്ട്. അത് ഇരിക്കും തോറും അതിന് വീര്യം കൂടും, വിൻറ്റേജ് എന്ന് പറയും. അതായത് അത് ഇരിക്കും തോറും അതിന് വീര്യം കൂടുന്നത് പോലെ ദൈവസന്നിധിയിൽ ഒരു വിഷയം ഏൽപ്പിച്ചത് കിട്ടേണ്ട സമയം അത് ഘനമേറിയ ഉത്തരം കിട്ടേണ്ടിയപ്പം നമ്മൾ മാറിപ്പോകരുത്. അവിടെ നിൽക്കണം, അവിടെ തന്നെ ഉറച്ചു നിൽക്കുവീൻ. ദൈവം പറയും, ഉറച്ചു നിൽക്കണം എൻ്റെ കൂടെ, ഞാനത് ധൈര്യമായിട്ട് നിനക്ക് ചെയ്തു തരാൻ തയ്യാറായിട്ട് നിൽക്കുക. അത് ദൈവബലം എന്ന് പറഞ്ഞാൽ അവനിലുള്ള ബലമാണ് എനിക്ക് കിട്ടുന്നത്. ആ ബലം നമ്മൾ മാറിപ്പോരും, ഒരിക്കലും മാറില്ല. കർത്താവ് വീണ്ടും പറയുന്നു, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. താമസമില്ലെന്ന് ഹബക്കൂക്കി പറയുന്നുണ്ടല്ലോ. നീ എൻ്റെ വാഗ്ദത്തങ്ങൾ ദൂരെ നിന്ന് വായിക്കത്തക്ക വിധത്തിൽ പലകമേൽ എഴുതിക്കൊള്ളുക. അത് വരും, സമാപ്തിയിലേക്ക് അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് വരും നിശ്ചയം. നീ ജാഗരിച്ചിരിക്കുക. പക്ഷേ ഈ ജാഗരിച്ചിരിക്കുക നമ്മൾ പറയും. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ പലയിടത്ത് പ്രാർത്ഥനയ്ക്ക് പോകുന്ന വ്യക്തിയായതുകൊണ്ട് ഞാൻ പറയാം. എൻ്റെ പൊന്നെ, കിട്ടുന്നതിന് മുൻപേ ഈ പിശാചിൻ്റെ യുദ്ധം 7 ഇരട്ടി അങ്ങ് കൂട്ടും. അവിടെ ചെല്ലുമ്പോൾ നമ്മളെല്ലാം മരിച്ച വീട്ടിൽ കയറി ചെന്ന ഫീലിങ്ങാണ്. അങ്ങനെയാണ് ഇന്നലെ ഞാനൊരു പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ എനിക്കുണ്ടായ ദുഃഖം. ഞാൻ പറഞ്ഞു, അയ്യോ രാവിലെ വലിയ സന്തോഷത്തിൽ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചു വന്നു. ഇവിടെ വന്നപ്പോൾ എന്ത് കർത്താവ്, എന്തിനാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു? അങ്ങനെ തന്നെ ഞാൻ ചോദിച്ചു. പക്ഷേ ദൈവം ജയമെടുത്ത അവസാനം. പക്ഷേ ഈ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത്, ഞാൻ വരും, താമസിക്കത്തില്ല. പക്ഷെ നിനക്കുറപ്പുണ്ടോ? അവിടെ ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഉറപ്പുള്ള എത്ര പേര് കണ്ട് ഒരു കാര്യം ഏറ്റെടുത്ത് അത് പൂർത്തീകരിച്ച് അത് സമാപ്തിയിൽ കൊണ്ടുവന്ന് അനുഗ്രഹിക്കുന്ന അനുഭവമാക്കുന്ന എത്ര പേരുണ്ട്? പലരും തുടക്കത്തിലിട്ട് വെച്ച് പോകുന്നവരുണ്ട്, പകുതിക്കിട്ട് വെച്ചിട്ടുണ്ട്, അവസാനം പ്രാപിച്ചെടുത്തിട്ട് അനുഭവിക്കാത്തവരുണ്ട്. ആ കൂട്ടരാണ് കൂടുതൽ. കർത്താവ് കാണിച്ചത് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ ഉത്തരം അയക്കുന്നുണ്ട്. ആ ഫലങ്ങളെല്ലാം കൂടെ കൂട്ടി അടുക്കി വെച്ച് അതിൻ്റെ മേളിൽ ഒരു കസേര ഇട്ട് അതിൻ്റെ മേളിൽ ഇരുന്നിട്ട് കർത്താവിനോട് വീണ്ടും പ്രാർത്ഥിക്കുക. അയച്ച ഉത്തരങ്ങൾ എടുക്കാൻ അറിയാൻ വയ്യ. ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതം? എൻ്റെ പൊന്നെ, എൻ്റെ കർത്താവെ, കണ്ണെന്ന് തുറപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ നിൻ്റെ ഈ നീതിമാൻ വിശ്വാസത്താൽ എല്ലാം ശരിയായിരിക്കുന്നു, എല്ലാം നടന്നിരിക്കുന്നു. അബ്രഹാമിന് 100 വയസ്സ് വരെ എങ്ങനെ ജീവിച്ചു? നല്ല മിടുക്കനായിട്ട് ജീവിച്ചു, മഹാസമ്പന്നനായിട്ട്, പോകുന്നിടത്തെല്ലാം ജയജീവിതം. അവന് ലോത്തിനെ പിടിച്ചുകൊണ്ട് പോയപ്പം കൊണ്ടുപോയി പുറകെ പോയി അവനെ രാജാവിനെ തോൽപ്പിച്ച് തിരിച്ചു വന്നത് അബ്രഹാം. യുദ്ധവീരനായിട്ട് ജീവിച്ചു. നമുക്കൊരാളെ കാണുമ്പം പേടിയാണ്. പിൻവാങ്ങുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവനോട് ദൈവത്തിനോട് നിൽക്കുന്നതിന് പുറകോട്ട് മാറാനൊക്കത്തില്ല. കലപ്പയ്ക്ക് കാല് വെച്ചവൻ തിരിഞ്ഞ് നോക്കിയാൽ അവന് ഒരു പ്രയോജനമില്ലെന്ന് വചനം പറയുന്നു. പിന്നെ നമ്മൾ പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കണം. ദൈവസന്നിധിയിൽ ഉറച്ച് നിൽക്കണം. മടി കൂടാതെ അപ്പച്ചൻ്റെ അടുക്കൽ ചെല്ലണം. യോബിൻ്റെ ബുക്കിലെ 4:3 തൊട്ട് 7 വരെയുള്ള വാക്യം എൻ്റെ കൂടെ ചേരുകയാണ്.
നമ്മൾ തളരുന്നവരോട് പറയുകയാണ്, പ്രാർത്ഥിച്ചും മടുത്തു. 2025 പലതും കിട്ടാനുണ്ട്, 26 ഇനി അങ്ങനെ അല്ലെന്നേ, പുതിയൊരു ജീവിതമാണെന്നേ. കർത്താവ് പുതിയ ഉടമ്പടി തരുന്നു. പഴയത് ഓർക്കണ്ട, ഇതാ ഞാൻ പുതിയ ഒന്ന് ചെയ്തിരിക്കുന്നു, കാണുന്നില്ലേ? ഉത്ഭവത്തിൽ തന്നെ ഞാൻ നിന്നോട് വിളിച്ചു പറയുകയാണ്, വാങ്ങിച്ചെടുക്കണം. നമുക്ക് വാങ്ങിച്ചെടുത്തിട്ടേ കാര്യമുള്ളൂ. എന്നെ കഷ്ടാന്തരം വാങ്ങിച്ചെടുക്കുന്നു, ഉറപ്പ് വരണം. മനസ്സിനാണ് ഉറപ്പ് വരേണ്ടത്. യോബിൻ്റെ 4:3 വാക്യം ഇപ്പം വായിക്കുന്നത്, നീ പലരെയും ഉപദേശിച്ചു, തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. അതായത് നീ പലർക്കും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുത്തിട്ട് അവരുടെ തളർന്ന കൈകളെയൊക്കെ നീ ശക്തീകരിച്ചിട്ടുണ്ട്. വീഴുന്നവനെ നിൻ്റെ വാക്ക് താങ്ങി, നിൻ്റെ വാക്കുകൊണ്ട് പലരെയും താങ്ങിയിട്ടുണ്ട്. കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. പലരുടെയും കാൽ ഉറയ്ക്കാത്തടുത്ത് നമ്മൾ എന്നൊരു വചനം പറയുമ്പോൾ ഉറച്ച് നിൽക്കും. ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഇതേപോലെ കോവിഡിൻ്റെ അസുഖം വന്നു. അപ്പോൾ അവിടെയുള്ള അച്ചായന് കാലിന് ഉറപ്പില്ല, വടിയൊക്കെ പിടിച്ച് നടന്നു. ഞാൻ ഒരിക്കലും വടി പിടിച്ച് കാണാത്ത ഒരു നല്ല നൂറ് നടക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് വടി പിടിച്ച് നടക്കുമ്പോൾ നമുക്ക് വലിയ ഷോക്കാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഈ വടിയൊന്നും ഇനി ഒരിക്കലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ചുമ്മാതെ തന്നെ നടക്കാനുള്ള ആരോഗ്യം ദൈവം തരുന്നു. അന്ന് ആശാൻ വടി മാറ്റി കഴിയുന്നു. പിന്നെ മരിക്കുന്നതിനും വരെ വടി ഉപയോഗിച്ചില്ല. എത്ര പ്രയാസം വന്നിട്ടും ഓരോ വാക്കുകൾ വരുന്നു. ജീവൻ വെക്കട്ടെ എന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം കുറച്ച് കഴിയുമ്പോൾ വിളിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്ലാൻ വ്യത്യാസമാണ്. അതുകൊണ്ട് നമ്മൾ മടുക്കുന്നൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ മിടുക്കിയായിട്ട് കാര്യങ്ങൾ ചെയ്തെടുക്കുന്നു. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഓരോന്ന് നേടുമ്പോൾ നമുക്കൊരു വലിയ എക്സാമ്പിളാണ്. ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു. എന്താ? നീ അനേകർക്ക് രക്ഷയും ബലവും ശക്തിയൊക്കെ കൊടുത്ത് നിനക്ക് വന്നപ്പോൾ നീ എന്താ ക്ഷീണിക്കുന്നതെന്ന് ദൈവം ചോദിക്കുന്നു. യോബിൻ്റെ ബുക്കിലാണ് ഞാനീ വായിക്കുന്നത്. അറിയാൻ വയ്യാത്തവർക്കൊന്നും കൂടെ 4-ാം അധ്യായത്തിൻ്റെ 3 തൊട്ട് ഉള്ള വാക്യം 6 വരെ ഞാൻ വായിക്കുന്നത്. ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു, നിനക്കത് തട്ടിയിട്ട് നീ പ്രഭിച്ചു പോകുന്നു. നിൻ്റെ ഭക്തി നിൻ്റെ ആശ്രയമല്ലയോ? നമ്മുടെ ഭക്തിയാണ് ഈ ദൈവത്തോടുള്ള ആ അതിവിശുദ്ധ സ്നേഹത്തിലുള്ള ഈ മഗ്ദലക്കാരത്തി മറിയ ഇതെല്ലാം അറിഞ്ഞിട്ട് അവൾ സ്വച്ഛചുട മാംസം എടുത്തിട്ട് ഇനി കുറച്ച് ദിവസം കൂടെ എൻ്റെ കൂടെ ഈ കർത്താവുള്ളൂ, അതിനു മുമ്പേ ഇതെല്ലാം പൊട്ടിച്ച് അവൻ്റെ കാലയിൽ ഒഴിക്കണം, എനിക്ക് അനുഗ്രഹം വാങ്ങിക്കണം എന്നുള്ള തീക്ഷ്ണമായ ആ അപ്രോച്ചാണ് നമുക്കും വേണ്ടിയത്. കുറച്ച് കാലം വാങ്ങിച്ചിട്ടുക്കും കഴിയുമ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു, നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. നിൻ്റെ ഭക്തി നിൻ്റെ ആശ്രയമല്ലയോ? നിൻ്റെ നടപ്പിൻ്റെ നിർമ്മലത നിൻ്റെ പ്രത്യാശയല്ലയോ? ഇതാണ്. നിനക്കൊരു പ്രത്യാശയുണ്ട്, കാരണം നീ എൻ്റെ കൂടെ അല്ലേ നടക്കുന്നത്, ഞാനല്ലേ നിൻ്റെ കൈക്ക് പിടിച്ച്. ഞാനില്ലാത്തടത്ത് നീ പോകുന്നില്ലല്ലോ, പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നത്? ഓർത്ത് നോക്കുക, നിർദോഷിയായി നശിച്ചവൻ ആര്? കണ്ടോ? ഓർത്ത് നോക്കുക. ആരെങ്കിലും നിർദോഷിയായിട്ട് ജീവിട്ട് നശിച്ചിട്ടുണ്ട്? ഒരിക്കലും നശിക്കത്തില്ല. നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുണ്ട്? നേരുള്ളവർക്ക് മുടിയാനൊക്കത്തില്ലെന്നേ. പിന്നെയും കർത്താവ് പറഞ്ഞു, 6 കഷ്ടങ്ങളിൽ ഞാൻ നിന്നെ വിടുവിച്ച് 7-ാമത്തേൽ തിന്മ നിന്നെ തൊടുകയില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒന്നിൻ്റെ പുറകെ കൊണ്ട് തരികയാണ്. അതിന് നാവെന്ന ചമ്മട്ടിക്ക് നീ ഗുപ്തനാകും, നാശം വരുമ്പോൾ നീ ഭയപ്പെടത്തില്ല, നാശവും ക്ഷാമവും കണ്ട് നീ ചിരിക്കും, കാട്ടുമൃഗങ്ങളെ പേടിക്കത്തില്ല. പിന്നെ അവസാനം നിൻ്റെ സന്താനം അസംഖ്യമെന്നും നിൻ്റെ പ്രജ നിലത്തെ പുല്ലുപോലെയാകും, നിൻ്റെ കൂടാരം നിർഭയമെന്ന് നീ അറിയും, നിൻ്റെ പാർപ്പിടം നീ പരിശോധിക്കും, ഒന്നും കാണാതെ ഇരിക്കത്തില്ല. കർത്താവിന് വേണ്ടി നിന്നോ, അനുഗ്രഹം തരും ദൈവം. അത് അവൻ്റെ വിശ്വസ്തതയാണ്. അവൻ മറക്കത്തില്ല, ഒരിക്കലും മറക്കുന്ന ദൈവമല്ല. കർത്താവിൻ്റെ കിരീടങ്ങൾ പ്രാപിക്കുന്നതിന് മുമ്പ് ഒരാളുടെ തലയിൽ കിരീടം, ഇപ്പോൾ രാജാവ് തന്നെയാണ്, നമ്മൾ രാജാവിൻ്റെ കിരീടം തലയിൽ എത്രയോ ട്രെയിനിങ് കൊടുത്ത് ഒരു രാജാവായിട്ടിരിക്കാൻ പഠിപ്പിച്ചിട്ടാണ്. ഇപ്പം ദാവീദിൻ്റെ ജീവിതം നമ്മൾ വിചാരിക്കും ഇല്ല, ഇൻകോഴ്സ് വീട്ടിലുള്ള ട്രെയിനിങ് അല്ല, മരുഭൂമിയിലെ ജീവിതത്തിലെ ട്രെയിനിങ്, കഠിന ട്രെയിനിങ് കൊടുത്തിട്ടാണ് ദാവീദിനെ രാജാവാക്കിയത്. യോസഫിനെ പ്രൈം മിനിസ്റ്ററാക്കി. ചെറിയ ട്രെയിനിങ് ആണോ കൊടുത്തത് ദൈവം? നമ്മുടെ മക്കൾക്ക് ഇച്ചിരി ഭാരം വരുമ്പോഴത്തേക്ക് നമ്മൾ പേടിക്കുന്നത് എന്തിനാ? ഈ ദൈവമുണ്ട്. പിന്നെ ഒന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ നിന്നിൽ നിന്ന് അവരകന്നു പോകരുതേ. ശിക്ഷണം ആവശ്യമുണ്ട്, പക്ഷെ ശിക്ഷണം വരുമ്പം മറുത്തുപോകുന്ന ക്യാരക്ടർ ഒരിക്കലും ഉണ്ടാകാതെ വിനയപ്പെട്ട് അവർ തിരിച്ചു വരണമെന്ന് വ്യക്തമായിട്ടും ദൃഢമായിട്ടും ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ആ ദൈവം നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്നു, അവൻ നമ്മളെ നടത്തുന്നു, വിശ്വസ്തൻ തന്നെ. കർത്താവ് പറയുന്നത്,
ദൈവം പറഞ്ഞു, ഞാൻ അയച്ചിരിക്കുന്ന വെട്ടുക്കിളിയും തുള്ളനും ദുഷ്ടൻ നശിപ്പിച്ചതും ഒക്കെ 7 ഇരട്ടിയായിട്ട് ഞാൻ നിങ്ങൾക്ക് തരും. വാട്ട് ഈസ് ലോസ്റ്റ് ഫോർ ദ ലാസ്റ്റ് മെനി ഇയേഴ്സ് ഐ ക്യാൻ കംപ്രസ് ഇറ്റ് ഇൻ ടു 1 year ആൻഡ് ഗിവ് ഇറ്റ് യു ഇൻ ഡബിൾ ദ എഫേർട്ട്, ഡബിൾ ദ ഫോഴ്സ്. ഇല്ലേ, ഇതുവരെ നഷ്ടപ്പെട്ടത് എല്ലാം കൂടെ ഞാൻ ഒന്നിച്ചാക്കി നിനക്ക് ഞാൻ തിരിച്ചു തരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തം വാങ്ങിച്ചെടുക്കുക. ബി ഗ്രേറ്റ്ഫുൾ. ഭർത്താവിൻ്റെ മുന്തിരിയോട് നമ്മുടെ കുഞ്ഞുങ്ങളെ കെട്ടിവെക്കുന്നു. ഭർത്താക്കന്മാരെ, നമ്മളെ, നമ്മുടെ മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ ക്രിസ്തുവിൻ്റെ മടിയിലിരുത്തുന്നു. വേറൊരാൾക്ക് അവിടെ അവകാശമില്ല. നമ്മൾ മുദ്രയിടുന്ന യേശുവിൻ്റെ രക്തം കൊണ്ട്. ഇത് തലമുറയ്ക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ദൈവസാന്നിധ്യം മാറാതെ നിൽക്കുകയാണ്. അവരുടെ അടുക്കൽ വന്ന് നമ്മൾ പ്രാപിച്ചെടുക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയിൽ പൊതിയുന്നൊരു ദൈവം എഴുന്നള്ളി വന്നിരിക്കുക. നാഥാ, നിൻ്റെ മുൻപിലേക്ക് ഞങ്ങൾ ഓടി വരിക. യോബിനോട് നീ അല്പ ദേഷ്യത്തോടാണ് പറഞ്ഞത്. നീ അനേകർക്ക് ഉപദേശം കൊടുത്ത് അവരെ ബലപ്പെടുത്തി. മറ്റുള്ളവർക്ക് നീ അവരുടെ കാലുകളെ ബലപ്പെടുത്തി, വീഴ്ചയിൽ നിന്ന് താങ്ങി. നിനക്ക് പ്രശ്നം വരുമ്പോൾ നീ എന്താ ആടിപ്പോകുന്നതെന്ന് അത് തന്നെ ഞങ്ങളോട് നീ ചോദിക്കുന്നത്. ഞങ്ങളുടെ സ്വന്തം ആവശ്യം വരെ ഞങ്ങൾ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പക്ഷെ ഞങ്ങളുടെ ആത്മാവിനെ ഒന്ന് ദൃഢപ്പെടുത്തി നിൻ്റെ പരിശുദ്ധാത്മാവ്. 6 കഷ്ടങ്ങൾ വന്ന് 6 കഷ്ടം നിന്നെ, 7ാമത് കഷ്ടം നിന്നെ തൊടുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവം ഒരു വലിയ വാഗ്ദത്തമായിട്ട് ഞങ്ങളിത് പ്രാപിച്ചെടുക്കുന്നു. അത് കർത്താവെ, ഞങ്ങളുടെ നെറ്റിക്ക് അത് എഴുതി വെച്ചിരിക്കുന്നു. നെഞ്ചിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ എഴുതുന്നു. ശത്രുപക്ഷത്തു നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ശത്രുപക്ഷത്തിൻ്റെ എല്ലാ ഗ്ലാമറും അഴിഞ്ഞു പോകുന്നു. ഒരൊറ്റ തീ കൊണ്ട് അത് കരിഞ്ഞു പോയി. ഒറ്റ തീ കൊണ്ട്. അടുത്ത ഒറ്റ ദിവസം നോക്കുമ്പോൾ ചാരം. ബറാഖാത്താരുടെ അവസ്ഥ, 3 ശത്രുക്കൾ ഒന്നിച്ച് വന്ന് വലിയ ഗമയിൽ നിന്ന് പിറ്റേ ദിവസം നോക്കി ഒരെണ്ണം ജീവനോട്, എല്ലാം ശവമായിട്ട് കിടക്കുന്നു. ആ ദൈവമാണ് എൻ്റെ മുമ്പിലുള്ളത്. ആ ദൈവത്തിൻ്റെ ശക്തിയാണ് ഞങ്ങൾ കാണുന്നത്. ആ ദൈവം വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നതിനെ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഇറങ്ങി വന്ന്, സിയോനിൽ നിന്ന് ഇറങ്ങി വന്ന് യുദ്ധം ചെയ്ത് ഞങ്ങൾക്ക് ജയം തന്നിരിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ. ആമേൻ.